അഭിനയ രംഗത്ത് നിന്നും വിട്ടു നിൽക്കുകയാണെങ്കിലും മലയാളികൾക്ക് പ്രത്യേകം ഒരു സ്നേഹം ഇന്നും സമൃദ്ധ സുനിൽ എന്ന നടിയോടുണ്ട്. 2000 കാലഘട്ടത്തിൽ വന്ന നടിമാരിൽ പ്രേക്ഷക മനസ്സിൽ വലിയ ഇടം നേടിയ ഒരു നായിക കൂടിയാണ് സമൃദ്ധ സുനിൽ. മാത്രമല്ല, സമൃദ്ധയ്ക്ക് ശേഷം പല നടിമാർക്കും ഹിറ്റുകൾ ലഭിച്ചിട്ടുണ്ട്. പക്ഷെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ താരത്തിന് ലഭിച്ച ഒരു സ്വീകാര്യത മറ്റു നടിമാർക്ക് ലഭിച്ചിട്ടില്ല എന്നും പറയാം. ഇന്നത്തെ പല മുൻനിര നായിക നടിമാരുടെ പേര് പോലും കുടുംബ പ്രേക്ഷകർക്ക് അറിയില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. പക്ഷെ കരിയറിൽ പതിയായിരുന്നു വളർച്ചയെങ്കിലും സമൃദ്ധയ്ക്ക് വലിയ സ്വീകാര്യതയായിരുന്നു പ്രേക്ഷകർക്കിടയിൽ ഉണ്ടായിരുന്നത്. സഹപ്രവർത്തകരുടെ പ്രിയങ്കരി കൂടിയായിരുന്നു താരം. താരജാടകളില്ലാത്ത ആളാണ് സമൃദ്ധ എന്ന് ഒപ്പം പ്രവർത്തിച്ച പലരും തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. സഹനായികയായിട്ടാണ് തുടക്കകാലത്ത് സമൃദ്ധയ്ക്ക് കൂടുതലും അവസരങ്ങൾ ലഭിച്ചിരുന്നത്. പക്ഷേ ഈ സിനിമകളെല്ലാം വളരെയധികം ശ്രദ്ധിക്കപ്പെട്ടു. നടിയുടെ കഥാപാത്രങ്ങൾക്ക് വളരെയേറെ പ്രശംസയും ലഭിക്കാൻ തുടങ്ങി. വാസ്തവം, അച്ഛൻ ഉറങ്ങാത്ത വീട്, ചോക്ലേറ്റ് തുടങ്ങിയ സിനിമകളെല്ലാം ഇതിന് ഉദാഹരണമായി പറയാം. ഒരു ഘട്ടത്തിൽ ഹിറ്റുകളുടെ നിരൂപക പ്രശംസയും നേടിയ സിനിമകൾ സമൃദ്ധയ്ക്ക് തുടരെ ലഭിക്കുകയുണ്ടായി. ഡയമണ്ട് നെക്ലേസ്, അയാളും ഞാനും തമ്മിൽ, അരികെ തുടങ്ങിയ സിനിമകൾ സമൃദ്ധയുടെ കരിയർ ഗ്രാഫ് യഥാർത്ഥത്തിൽ ഉയർത്തുന്നതായിരുന്നു. കരിയറിലെ ഏറ്റവും തിരക്കേറിയ സമയത്തായിരുന്നു സമൃദ്ധയുടെ വിവാഹം നടന്നിരുന്നത്. US എഞ്ചിനീയർ ആയിട്ടുള്ള അഖിൽ ജയരാജനെയാണ് സമൃദ്ധ വിവാഹം ചെയ്തിരിക്കുന്നത്. 2012 ഇരുവരുടെയും വിവാഹം നടന്നത്. വിവാഹശേഷം കരിയർ വിട്ട് കുടുംബജീവിതത്തിലേക്ക് കൂടുതൽ താരം ശ്രദ്ധ കൊടുത്തു. അക്സത്യ, രുദ്ര എന്നിവരാണ് സമൃദ്ധയുടെ മക്കൾ എന്നത്. ജീവിതം US താരം യഥാർത്ഥത്തിൽ പറിച്ചു നടുകയായിരുന്നു. ഇടയ്ക്ക് നാട്ടിലേക്കും താരം എത്താറുണ്ടായിരുന്നു. 2018 നായികൻ എന്ന ഷോയിൽ ജഡ്ജായി സമൃദ്ധ എത്തുകയുണ്ടായി. സത്യം പറഞ്ഞാൽ വിശ്വസിക്കുമോ ആണ് സമൃദ്ധ അവസാനം അഭിനയിച്ച മലയാള സിനിമ എന്നത്. 2019 ഈ സിനിമ റിലീസ് ചെയ്തിരുന്നത്. 6 വർഷങ്ങൾക്ക് ശേഷം സിനിമാ രംഗത്തേക്ക് തിരിച്ചു വരാനുള്ള ഒരുക്കത്തിൽ കൂടിയാണ് താരം ഇപ്പോൾ. ഇൻസ്റ്റാഗ്രാമിൽ ആരാധകരുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി നൽകവെയാണ് താരം ഇത് വ്യക്തമാക്കിയത്. എന്തുകൊണ്ടാണ് സിനിമാ രംഗത്ത് നിന്നും നീണ്ട ഇടവേള എടുത്തതെന്ന് ഒരു ആരാധകൻ താരത്തോട് ചോദിക്കുകയുണ്ടായി. താൽക്കാലികമായ ഒരു ഇടവേള എടുക്കേണ്ട സമയമായിരുന്നു എന്റെ ജീവിതത്തിൽ എന്നാണ് താരം ഇതിന് മറുപടി നൽകിയത്. പക്ഷെ വൈകാതെ നിങ്ങളെ കാണുമെന്നും താരം മറുപടി നൽകുകയുണ്ടായി. മലയാള സിനിമ യഥാർത്ഥത്തിൽ മാറ്റത്തിന്റെ പാതയിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നതെന്നും നടി കൂട്ടിച്ചേർത്തു. ഇന്ത്യയൊട്ടാകെ ചർച്ച ചെയ്യുന്ന സിനിമകളാണ് മോളിവുഡിൽ നിന്നും ഇപ്പോൾ കൂടുതലും വരുന്നത്. സമൃദ്ധയ്ക്കും ശ്രദ്ധേയമായ വേഷങ്ങൾ ലഭിക്കുമെന്ന പ്രതീക്ഷയും ആരാധകർക്കിടയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, നവ്യ നായർ, മീര ജാസ്മിൻ തുടങ്ങിയ നടിമാരും കരിയറിലേക്ക് തിരിച്ചെത്തിയിരിക്കവെയാണ് സമൃദ്ധയും തിരിച്ചുവരവിന്റെ പാതയിൽ ഇപ്പോൾ എത്തി നിൽക്കുന്നത്. ഇത്തരത്തിൽ തിരിച്ചുവരവിൽ ഏറ്റവും കൂടുതൽ ഹിറ്റുകൾ ലഭിച്ചത് നടി മഞ്ജു വാര്യർക്കാണ്. നവ്യ ഒരുത്തി എന്ന ചിത്രത്തിലൂടെ കയ്യടി വളരെയധികം നേടിയിരുന്നു. മീര ജാസ്മിൻ എടുത്ത പറയത്തക്ക സിനിമ തിരിച്ചുവരവിൽ കൂടുതൽ ലഭിച്ചിരുന്നില്ല. അതേസമയം തന്നെ പ്രേക്ഷകർ ഇവരെ ആരെയും മറന്നിട്ടില്ല എന്നതും ഏറെ ശ്രദ്ധേയമാണ്. സമൃദ്ധ സുനിലിന് മികച്ച സിനിമകൾ ലഭിക്കുകയാണെങ്കിൽ പഴയ തരംഗം ആവർത്തിക്കാൻ ശരിക്കും കഴിയും.